പ്രിയമുള്ളവരെ, തിരഞ്ഞെടുപ്പ് ദിവസം അടുത്തു വരുംതോറും തിരുവനന്തപുരം ജില്ലയിൽ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ അത് നേരത്തെ പ്രവചിച്ചിരുന്നത് പോലെ LDFിന് അനുകൂലമായി ഉണ്ടായിരുന്ന ഒരു സ്ഥിതി മാറി അത് UDFിന് അനുകൂലമായ ഒരു ട്രെൻഡിലേക്ക് വരുന്നു എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൊന്ന് തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിൻ്റെ തെക്കുള്ള തിരുവനന്തപുരം ജില്ലയിലെ തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന ചില മണ്ഡലങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കും എന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് കോൺഗ്രസ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് മണ്ഡലത്തിൽ CSIയുടെ ദക്ഷിണ കേരള സെക്രട്ടറി പ്രവീണെ മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ തീരുമാനം പുറത്തുവിടുന്നുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിലെ 6 മണ്ഡലങ്ങളിൽ പ്രതിധ്വനിക്കും. അതിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിനുണ്ടാകും. മൊത്തം 9 മണ്ഡലങ്ങളിൽ അതിൽ 6 മണ്ഡലങ്ങളിൽ CSI മഹാ ഇടവക വലിയ വോട്ട് ബാങ്കുള്ള ഒരു സാമുദായിക സംഘടനയാണ്. ക്രൈസ്തവ സമൂഹത്തിലെ മറ്റു 3 മണ്ഡലങ്ങളിൽ നിർണായകമായ സ്വാധീനമുണ്ട്. അപ്പോൾ ഈ പ്രവീണെ വിളവങ്കോട് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് മത്സരിപ്പിക്കുവാൻ തീരുമാനിക്കുന്നത് കൂടി ആ സഭയുടെ പിന്തുണ UDFിനാണ് എന്ന് പ്രവീൺ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം ആ CSI മഹാ ഇടവക സഭയുടെ ദക്ഷിണ കേരള ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ സഭയുമായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു നീക്കുപോക്കിൻ്റെ ഫലമായിട്ട് 9 മണ്ഡലങ്ങളിൽ UDFിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ മാറ്റം തിരുവനന്തപുരത്തുണ്ടാകും എന്ന ഒരു നിഗമനം നടത്തപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്ന ചില വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, കാട്ടാക്കടയിലും ഒപ്പം നെയ്യാറ്റിൻകരയിലും UDF നിയോഗിച്ചിരിക്കുന്നത് നാടാർ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെയാണ്. MR ബൈജു കാട്ടാക്കടയിൽ, ശക്തൻ നാടാർ നെയ്യാറ്റിൻകരയിലും. ഈ 2 സമുദായികളെ കൂടെ ഒപ്പം നിൽക്കുന്നത്, അതായത് നാടാർ സമുദായവും ഇതുകൊണ്ട് തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കും എന്ന ഒരു നിഗമനം വരികയാണ്. അങ്ങനെയാണെങ്കിൽ നെയ്യാറ്റിൻകര, കാട്ടാക്കട, പാറശാല, നേമം എന്നീ നിയോജക മണ്ഡലങ്ങളിൽ UDFിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന നിഗമനം തന്നെയാണ് നടക്കപ്പെടുന്നത്. അതായത് നമ്മൾക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിൽ തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ പൈതൃകം കൂടി ഉൾക്കൊള്ളുന്നതാണ്. നാടാർ സമുദായമൊക്കെ തമിഴ്നാട്ടിലും കേരളത്തിലും ശക്തമായ, പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു സമുദായമാണ്. പ്രത്യേകിച്ചും അവർ വളരെ കേഡറായിട്ട് ഒന്നിച്ചു ചേർന്നാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഏത് മുന്നണിക്കാണോ വോട്ട് രേഖപ്പെടുത്തുന്നത് അത് അവരുടെ സാമുദായിക ഘടകങ്ങളൊക്കെ ചേർന്നാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അത് ഇപ്പോൾ UDFിന് അനുകൂലമായി വരുന്നു. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല എന്നീ നിയോജക മണ്ഡലങ്ങളിൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം CSI മഹാ ഇടവക സഭയും UDFിനൊപ്പം നിൽക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ തമിഴ്നാടുമായി ചേർന്ന് നിൽക്കുന്ന തെക്കൻ പ്രദേശങ്ങളിൽ UDFിന് അനുകൂലമായി ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടാകുന്നു എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ LDFിനുണ്ടായിരുന്ന മേധാവിത്വം അത് അവസാനിക്കുന്നു. UDFിന് കൂടുതൽ സീറ്റ് വരും. പക്ഷേ 14 സീറ്റുകൾ ഉള്ളതിൽ അതിൽ ഏകദേശം 9ഓളം സീറ്റുകൾ ഇപ്പോൾ UDF ഉറപ്പിക്കുന്നു എന്ന രാഷ്ട്രീയ നിഗമനം നടക്കുന്നുണ്ട്. ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ കോവളത്തു മാത്രമായിരുന്നു UDFിൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ വട്ടിയൂർക്കാവ് കോൺഗ്രസ് വിജയിക്കും എന്ന നിലയിലേക്ക് സർവേകൾ വന്നു. അരുവിക്കരയും UDFിന് വിജയിക്കാൻ പറ്റും എന്ന രീതിയിലേക്ക്, വിജയം ഉറപ്പിച്ചു എന്ന രീതിയിലേക്കാണ് സർവേകളൊക്കെയും പ്രവചിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് UDFിൻ്റെ വിജയ സാധ്യതകൾ എത്തുന്നു എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത്. ചിറയൻകീഴും ആറ്റിങ്ങലും വാമനപുരവും കോൺഗ്രസ് വിജയിച്ചേക്കാം വലിയ കടുത്ത മത്സരത്തിനൊടുവിൽ എന്ന രാഷ്ട്രീയ നിഗമനം നടത്തുന്നുണ്ട്. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ബിഗ് ടിവിയുടെ സർവേ പുറത്തു വരുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം 3ാം സ്ഥാനത്തുണ്ടായിരുന്ന ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥി സന്തോഷ് ഭദ്രൻ വിജയിക്കുമെന്ന രീതിയിലാണ് ബിഗ് ടിവിയുടെ സർവേ വരുന്നത്. കാരണം നിലവിലുള്ള MLA OS അംബിയയ്ക്കെതിരെയായിട്ട് അവിടെ ഒരു വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൻ്റെ ചെയർമാനായിരുന്ന കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ് സന്തോഷ് ഭദ്രൻ. അദ്ദേഹം കോൺഗ്രസ്സുകാരനായ RSPക്കാരനാണ് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന RSPക്കാരനാണ് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനം അദ്ദേഹത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ആറ്റിങ്ങലിൽ വലിയ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള സാധ്യതകൾ നിലവിലുണ്ട് എന്ന നിഗമനം പുറത്തു വരികയാണ്. ചിറയൻകീഴിനെ സംബന്ധിച്ച് ചിറയൻകീഴിൽ കോൺഗ്രസിന് വേണ്ടി 2021 മത്സരിച്ച അനൂപാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അദ്ദേഹം BJPയിലെത്തി BJP സ്ഥാനാർത്ഥിയാകുകയായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ഒരു രാഷ്ട്രീയ നിഗമനം അനുസരിച്ച് BJPക്ക് വോട്ട് കുറയുമെന്നാണ്. കാരണം 2021 അവിടെ മത്സരിച്ച ആശാനാഥായിരുന്നു BJPക്ക് വേണ്ടി മത്സരിച്ചതെങ്കിൽ BJPക്ക് അവിടെ സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അനൂപ് ഒരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ മത്സരം
LDFിൻ്റെ മനോജ് ഇടമനയും കോൺഗ്രസിൻ്റെ രമ്യ ഹരിദാസും തമ്മിലാകുന്നു എന്ന ഒരു നിഗമനം പുറത്തുപ്പെടുന്നുണ്ട്. പക്ഷേ രമ്യ ഹരിദാസ് വളരെ കൃത്യമായിട്ട് തന്നെ ജനങ്ങൾക്കുമായി സംവദിക്കുവാൻ കഴിയുന്നു. രമ്യ ഹരിദാസിന് അവിടെ ഒരു എഡ്ജുണ്ട് എന്ന നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഉണ്ടായിരുന്ന അതൃപ്തി അത് ഒരു പ്രത്യേക രാഷ്ട്രീയ സ്ഥിതിവിഗതിയിലേക്ക് തിരുവനന്തപുരം ജില്ലയെ എത്തിക്കുന്നതാണ്. അതായത് BJPക്ക് സാധ്യതയുള്ള നേമം അതുപോലെ കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ആ വോട്ടുകൾ, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ അത് BJPക്ക് കൃത്യമായി വീഴുമ്പോൾ മറ്റുള്ള മണ്ഡലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട്, അതായത് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ആ വോട്ടുകൾ UDFിലേക്ക്, കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നാണ് സൂചിപ്പിക്കുന്നത്, പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ മുസ്ലിം ക്രൈസ്തവ സംഘടനകൾ ഒക്കെയും ചെയ്യാറുള്ളത് പോലെ വിജയിക്കുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് ആ വോട്ടുകൾ ഒരുപക്ഷെ വിനിയോഗിക്കപ്പെടും. നമ്മൾ പൂഞ്ഞാറിലൊക്കെ കാണുന്നത് പോലെ PC ജോർജിനെ പരാജയപ്പെടുത്തുവാൻ, വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ തോൽപ്പിക്കുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നത് പോലെ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് നേമത്തും കഴക്കൂട്ടത്തും BJP നേട്ടമുണ്ടാക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസിനാണ് വിജയസാധ്യത എന്നതിൻ്റെ പേരിൽ ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തപ്പെടുവാനുള്ള സാധ്യതയും തിരുവനന്തപുരത്തുണ്ട്. കാരണം ശബരിമല പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായി നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. തെക്കൻ കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത്. തിരുവനന്തപുരം എന്നതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജും കോൺഗ്രസിന് അനുകൂലമായി വരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും പഠനങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം RSP ആയിരിക്കും എന്നാണ്. കാരണം ഇരവിപുരത്തും ഇപ്പോൾ കൊല്ലം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയുടെ തൊട്ടടുത്തുള്ള ഇരവിപുരത്തും അവിടെ മത്സരിക്കുന്ന RSP സ്ഥാനാർത്ഥിയും വിജയസാധ്യതയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. നമ്മൾ വർക്കലയിലേക്ക് എത്തിയാൽ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉള്ള വർക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിലെത്തിയാൽ അവിടെയും വർക്കല കഹാർ വിജയപ്രതീക്ഷയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ അവിടെ BDJSനായിരുന്നു NDA സീറ്റ് കൊടുത്തിരുന്നത്. പക്ഷേ അവിടെ ചില ഒത്തുകളി ആരോപണങ്ങൾ, CPM BDJS തമ്മിലുള്ള ചില ഒത്തുകളി ആരോപണങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ BJP BDJSന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് വാങ്ങിച്ച് നേരത്തെ CPMന്റെ നേതാവായിരുന്ന സ്മിത സുന്ദരേശൻ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു CPMന്റെ. മാത്രമല്ല നിലവിലും അവർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. മാത്രമല്ല അവിടുത്തെ മുതിർന്ന ഏരിയ സെക്രട്ടറി കൂടിയായിരുന്ന, നേരത്തെ വർക്കല നിയമസഭയിൽ നിന്ന് LDF ടിക്കറ്റിൽ മത്സരിച്ച സുന്ദരേശന്റെ മകളാണ്. അവരെ അവിടെ BJP സ്ഥാനാർത്ഥിയാക്കുന്നത് കൊണ്ട് BJPയുടെ വോട്ടുകൾ കൃത്യമായി തന്നെ BJPക്ക് വീഴും. അത് UDFിൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു. അവിടെ ഒരു CPM BDJS ഡീലിന് സാധ്യതയില്ല എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കലയും ഒരുപക്ഷെ UDF പിടിച്ചെടുത്തേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങളാണ് പുറത്തു വരുന്നത്. 8-9 സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ UDFിന് അനുകൂലമായി മാറുന്ന ഒരു രാഷ്ട്രീയ അട്ടിമറി കാലാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.